ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഗ്രീൻ സൂപ്പാണ്. ഗ്രീൻ സൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പാലക്കാണ്. പാലക്കല്ലാതെ മറ്റ് ചീരകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് പാലക്കിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി നമ്മൾ പാലക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവിയിൽ വേവിച്ചെടുക്കുക. ആവിയിൽ വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് സമയം വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഗ്രീൻ കളറ് നഷ്ടപ്പെടും. അതുകൊണ്ട് അത്യാവശ്യം പാകത്തിന് വെന്ത് കഴിയുമ്പോൾ തന്നെ അതിനെ ഒന്ന് തണുക്കാൻ വെക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അരിച്ചെടുക്കേണ്ടാത്ത രീതിയിൽ അത് നമ്മൾ അരച്ചെടുക്കുക. അതിൻ്റെ യാതൊരു ന്യൂട്രിയൻസും നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമുക്ക് ഈ ഗ്രീൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ള സാധനം, ഇപ്പോൾ സൂപ്പിന് വേണ്ടിയിട്ട് സാധാരണ കോൺഫ്ലവർ ഉപയോഗിക്കും, പക്ഷേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഓട്സാണ്. 2 സ്പൂൺ ഓട്സ് മിക്സിയിൽ നമ്മൾ പൊടിച്ചെടുക്കുക. അത് കുറച്ച് വെള്ളം ചേർത്ത് നമ്മളതിനെ കലക്കി മാറ്റി വയ്ക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 എഗ് വൈറ്റ്, പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ചീസ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ചീസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബട്ടറാണ്. ബട്ടറിൻ്റെ അളവ് വളരെ കുറച്ച് വേണം. നമ്മൾ ഡയബറ്റിക് പേഷ്യൻസൊക്കെ അതുപോലെ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഗ്രീൻ സൂപ്പ് വളരെ നല്ലതാണല്ലോ. അപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബട്ടറിൻ്റെ അളവൊക്കെ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. ഒരു അടി കട്ടിയുള്ള ഒരു ചട്ടിയിൽ ബട്ടർ ഇട്ടിട്ട് ചൂടാകുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഓട്സിൻ്റെ മിക്സ് ഇട്ടിട്ട് കട്ട വരാത്ത രീതിയിൽ അതിനെ വെള്ളം ഒഴിച്ചുകൊണ്ട് വേവിച്ചെടുക്കുക. ഇത് വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കോണ് ഒന്നുകിൽ നമ്മൾ ആദ്യം ഒന്ന് ആവി കയറ്റിയിട്ടോ അല്ലെങ്കിൽ വേവിച്ചിട്ടോ നമുക്ക് ഇടാം. അല്ലെങ്കിൽ കുറച്ചധികം നേരം നമ്മൾ ഇതിലിട്ടിട്ട് ഇളയ, അതായത് അധികം മൂക്കാത്ത കോണായിരിക്കണം. ഇപ്പം ഫ്രോസണൊക്കെ കിട്ടും, പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ഫ്രഷ് കോൺ ആണ് നല്ലത്. ഇളയതായിരിക്കണം എന്ന് മാത്രം. അത് അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. എന്നിട്ട് നന്നായി വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചീസ് ഇടുക. ചീസ് നമുക്ക് ലോ ഫാറ്റ് ചീസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അളവ് കുറച്ചിട്ട് വേണം അത് ഇടാൻ. കുട്ടികൾക്ക് വേണ്ടിയിട്ടാവുമ്പം അതിൽ എന്തായാലും ഒരു 2 ഷീറ്റൊക്കെ നമുക്കതിലിടാൻ പറ്റും. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള, ഇപ്പോൾ ചൂടായി വരുന്ന സമയത്ത് അരച്ച് വെച്ചിട്ടുള്ള പാലക്ക് അതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് വെന്ത് തിളക്കാനൊന്നും നിൽക്കണ്ട. ചൂടായി വരുന്ന സമയത്ത് തന്നെ നമ്മളതിലേക്ക് എഗ്ഗ് വൈറ്റ് എടുത്തിട്ട് അതിലേക്ക് വട്ടത്തിൽ ഒന്ന് ചുറ്റി ഒഴിക്കുക. പിന്നെ അത് ഇളക്കാതെ തന്നെ അത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്കതിൽ ആ വൈറ്റ് കളറിൽ ആ ഗ്രീനോട് കൂടെ നമുക്ക് ആ എഗ്ഗ് കാണുമ്പം, അതുപോലെ തന്നെ മഞ്ഞ കളറിൽ കോണും കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉള്ള ഗ്രീൻ സൂപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനും മുതിർന്നവർക്കൊക്കെ വൈകുന്നേരങ്ങളിൽ കഴിക്കാനൊക്കെ വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.